ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അതെ എന്താണ് ഹാർട്ട്. അപ്പോൾ ഇനി എന്താ വരാൻ പോണേ? വാലന്റൈൻസ് ഡേ. വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രണയത്തിൻ്റെ ദിവസമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ കമിതാക്കൾ തമ്മിൽ മാത്രമുള്ള പ്രണയമല്ലല്ലോ, എല്ലാം പ്രണയമാണ്. നമുക്ക് എന്തിനോടും പ്രണയം തോന്നാം. എന്തായാലും ഒരു ലവ് സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. പണ്ടത്തെ കാലത്തൊന്നും അതില്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയാണല്ലോ. ജനറേഷൻസ് മാറുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരുടെ മനസ്സിൽ ഹാർട്ടാണ്. അപ്പോൾ നമ്മുടെ ബ്ലോഗിൽ ഒരു ഹാർട്ടൊക്കെ വേണ്ടേ, അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിളിച്ചു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ കേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് തലേ ദിവസം തന്നെ ഉണ്ടാക്കി കാണിക്കുകയാണ്. വാലന്റൈൻസ് ഡേയുടെ അന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് കാണിച്ചാൽ നിങ്ങൾക്കത് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിനകത്തൊരു ബട്ടർ പേപ്പർ, ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെയിം മെഷർമെൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ആ പേപ്പറിൻ്റെ മേളിൽ ഇത് വെച്ചിട്ട് ഒരു പെൻ കൊണ്ട് വരച്ചിട്ട് പിന്നെ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ഇനി ഇച്ചിരി എണ്ണ തടവിയിട്ട് ആ പേപ്പർ അതിൽ വയ്ക്കണം. ഓക്കെ, അതാണ് ആദ്യത്തെ കാര്യം. കുറച്ച് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ് ഓയിലിങ്. നമ്മുടെ പേപ്പറിനകത്തിടാം. ഇട്ടിട്ട് അത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ തിരിച്ചും കൂടി ഇടുമ്പോൾ കംപ്ലീറ്റ് ഒരു ഓയിൽ പേപ്പറായി മാറും. കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും എണ്ണയാണ്. ഓക്കെ, അപ്പോൾ ടിൻ ഈസ് റെഡി. അപ്പോൾ കേക്ക് ടിൻ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി കേക്ക് ബാറ്റർ. പിന്നെ മറ്റൊരു സന്തോഷ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ഇത് എഗ്ലെസ് ആണ്. പിന്നെന്താ പ്രധാനമായിട്ട് പിന്നെ OTG അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ കുക്കറിൽ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ചോക്ലേറ്റ് കേക്കാണ്. ഓക്കെ, എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മൈദയില്ല, നോ മൈദ. പിന്നെന്താ, നമ്മൾ ആട്ടയിൽ ചെയ്യാൻ പോകുന്നു വീറ്റ് ഫ്ലവർ, അതായത് ഗോതമ്പ് മാവിലുള്ള ചോക്ലേറ്റ് കേക്ക്. പക്ഷേ മൈദ മാവിനെ വെല്ലുന്ന ചോക്ലേറ്റ് കേക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മൈദ മാവിൽ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. മൈദ മാവിലാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്തെങ്കിലും പറ്റുന്നിടത്തോളം നമുക്ക് അല്ലാതെയും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ആട്ടയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. സോഫ്റ്റ് സ്പോഞ്ചി ചോക്ലേറ്റ് കേക്ക് വിത്തൗട്ട് എഗ്. പിന്നെ ബട്ടറല്ല, ഓയിലാണ്. അങ്ങനെ കുറേ മാറ്റങ്ങൾ. അപ്പോൾ സംഭവങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഇവിടെ റെഡിയാണ്. കാണിക്കട്ടെ. അപ്പോൾ എഗ്ലെസ് ആണെന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ എഗ്ഗുള്ള കേക്ക്സും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിലൊന്ന് സംശയം ചോദിക്കും, അപ്പോൾ മുട്ട ചേർക്കാതെ ആണെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിക്കും. ആ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് തൈരാണ് പ്രധാനമായിട്ട്. അതിനകത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കാം. അപ്പോൾ ഇതിൽ പക്ഷേ കണ്ടൻസ് മിൽക്കൊന്നുമില്ല, ഒള്ളി തൈര്. തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മളുടെ ബേക്കിങ്ങിന് ആവശ്യമുള്ള നമ്മുടെ ബൗൾ, അത് ബേക്കിങ്ങിന് ആവശ്യമില്ല പക്ഷേ മിക്സിംഗ് ബൗൾ റെഡി. പിന്നെ ഇത് ആട്ട എന്ന് പറഞ്ഞല്ലോ, ഗോതമ്പ് മാവ് 1.25 കപ്പ് ഗോതമ്പ് മാവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1-2 കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പ്രധാനമായിട്ട് ഇത് 1.25 കപ്പ് മാവ്, ഇത് 1/4 കപ്പ് കൊക്കോ പൗഡർ. അപ്പോൾ രണ്ടും കൂടി ചേർത്തപ്പോൾ എത്രയായി? 1.5 കപ്പായില്ലേ. 1.25 ഗോതമ്പ് മാവും 1/4 കപ്പ് 1.25 ഗോതമ്പ് മാവും 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ടു. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് പൗഡറല്ല, സോഡാപ്പൊടി. 1 ടീസ്പൂൺ സോഡാപ്പൊടിയും ചേർക്കും. പിന്നെ ഒരല്പം ഉപ്പ്. ഉപ്പെന്ന് പറഞ്ഞാൽ ഒരു അരനുള്ളു പോലും വേണ്ട, 1/4 നുള്ള ഉപ്പ്. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സ് ഇങ്ങനത്തെ ഒരു വിസ്ക് വെച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തും. എങ്കിലും നമ്മളിത് ഒരു അരിപ്പയിലൂടെ കുറച്ചുകൂടെ വലിയ ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇച്ചിരി ഹൈറ്റ് നിടുമ്പോൾ കുറച്ചുകൂടെ നല്ല ഏറിയേഷൻ ഉണ്ടാകും. അതാണ് എപ്പോഴും നല്ലത്. അരിക്കുമ്പോൾ ഇങ്ങനെ പൊക്കത്തുനിന്ന് അരിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും മിക്സായി കഴിഞ്ഞു. ഓക്കെ, അതായി. മറ്റൊരു സന്തോഷ കാര്യം പറയട്ടെ, ഹാൻഡ് ബ്ലെൻഡർ വേണ്ട, നമുക്കിങ്ങനെ ഒരു വിസ്കാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഇതുപോലത്തെ തടിത്തവി ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനകത്തേക്കാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോണേ. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര പൊടിച്ച്, ഇത് പൊടിച്ച പഞ്ചസാരയാണ്, 3/4 കപ്പ് അത്ര ഇട്ടാൽ മതി. എന്നിട്ട് വീണ്ടും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അപ്പോൾ ഈ ഒരു കുറുകിയ മോരാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത്. കുറുകിയ മോരെന്ന് പറയുമ്പോൾ ഇത് 1 കപ്പ് വേണം.
അതായത് ഒരു 3/4 കപ്പോളം തൈര് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി, അതാകും. പിന്നെ അപ്പോൾ 1 കപ്പ് കുറുകിയ മോരും 1/2 കപ്പ് എണ്ണ. അപ്പോൾ നോ ബട്ടറാണ്, അതിന് പകരം ഓയിലാണ് ചേർത്തത്. ഇപ്പോൾ റിഫൈൻഡ് ഓയിലാണ്, ഇത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ വേണ്ടത്, കുറച്ച് എസൻസ്, ഒരു 1/2 ടീസ്പൂൺ എസൻസും കൂടി ചേർക്കുക, വാനില എസൻസ്, 1/2 ടീസ്പൂൺ എസൻസ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു മിക്സ്. ഇത് ഓവർ മിക്സിങ്ങിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് തടി കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. ഓവർ മിക്സിങ്, ഓവർ ബീറ്റിങ് അങ്ങനത്തെ ഒരു ഫോർമാലിറ്റിയും ഈ കേക്കിനില്ല. അപ്പോൾ കേക്ക് ബാറ്റർ ഇസ് റെഡി. ഇനി എന്താണ്, നമുക്ക് കുക്കറിലല്ലേ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്, അപ്പോൾ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. കുറേ നാളായിട്ട് സെയിം ഉപ്പാണ് ഉപയോഗിക്കുന്നത്. ആ ഉപ്പ് നമ്മൾ ചൂടാക്കുമ്പോൾ ചൂടായി കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു മെറ്റൽ റാക്കുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കട്ടോരി എടുത്ത് തിരിച്ചിട്ടാലും മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടിന്ന് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമും ആയിക്കോട്ടെ, എല്ലാം കൂടി ഒരു 7 മിനിറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെയിറ്റ് വെക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അങ്ങനെയൊക്കെ തന്നെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. പിന്നെ കുക്കർ വേണം നിർബന്ധമില്ല, നമ്മുടെ സാധാരണ ഒരു നല്ല ചൂടിട്ടുള്ളൊരു പാനാകാം, ഒരു ഇൻഡാലിയത്തിൻ്റെ പാത്രമാകാം, ഒരു ഉരുളിയാകാം, ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാകും, ചട്ടി പോലത്തെ ആകാം, എന്താണെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് അടച്ചു വയ്ക്കുക. പക്ഷേ അത് ആവിയിലല്ല നമ്മൾ പുഴുങ്ങിയല്ല എടുക്കുന്നത്, ചുട്ടെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ കട്ടി കുറവുള്ള ബേസ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ താഴെ ഒരു ദോശക്കല്ലൊക്കെ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിയും. അപ്പോൾ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കാണുമ്പോൾ അറിയാമല്ലോ കേക്ക് നന്നാവും, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബാറ്ററാണിത്. നിങ്ങൾ കണ്ടല്ലോ എന്താ ചെയ്തതെന്ന് ഞാൻ. ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ പാത്രത്തിലേക്ക് മാറ്റി. അത് സെൽഫായിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കുമ്പോൾ തന്നെ സൈഡ്സിലേക്കൊക്കെ ആയിക്കോളൂ. പാത്രം കഴുകാനായിട്ട് മാറ്റി. ഇനി നമുക്ക് ടാപ്പിംഗ്. ഞാൻ എപ്പോഴും എന്താ പറയുന്നത്, ഒരു 25 to 30 ടൈംസ്. എല്ലാ എയർ ബബിൾസും എസ്കേപ്പ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഒരു 2-3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ മതി. വിത്തിൻ 2-3 മിനിറ്റ്സ് നമ്മളുടെ എന്താ പറയുക കുക്കറിലേക്ക് കയറ്റും. പിന്നെ ഒരു വെയിറ്റിംഗ് ടൈമാണ്. അപ്പോൾ നല്ല ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഓക്കെ, എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഒരു 30 minutes to 40 minutes. അപ്പോൾ ഇത് എന്തായാലും കേക്കൊന്ന് പൊങ്ങി വരും. പിന്നെ ഉള്ള വെന്തിട്ടുണ്ടോ എന്ന് നമ്മൾ കുത്തി നോക്കുക. അപ്പോൾ അതും കൂടി അവൻ സൈഡ്സൊക്കെ വിട്ട് വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് എന്താണ് വെന്തിട്ടുണ്ടെന്ന് തന്നെയാണ്, വേറെ അർത്ഥമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പ്രോസസ്സ്. ഒന്ന് ഫ്രോസ്റ്റ് ചെയ്യണ്ടേ, നല്ല അലങ്കരിച്ച് ബ്യൂട്ടിഫുൾ ആക്കാം, അത് ചെയ്യാം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായി. ഇനി അപ്പോൾ നമ്മൾ കറക്റ്റ് ഇതിന് കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ വലുതാണെങ്കിൽ പ്രശ്നമായേനെ. ഓക്കെ, ഇതൊരു ബാറ്റർ അങ്ങനെ ഭയങ്കര വാട്ടറി അല്ല, കുറച്ചൊരു കുറുകൽ ഉണ്ട്. ഒരു ഭയങ്കര തിക്കുമല്ല, ഭയങ്കര തിന്നുമല്ല, ഒരു പെട്ടെന്ന് ഫ്ലോ ചെയ്തൊന്നും പോയില്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി ഇത് വെയിറ്റിംഗ് ടൈം. അപ്പോൾ ഇനി ഞാനൊരു മീഡിയം, ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ്, ചെറുതായിട്ടൊന്ന് റൈസായി വരും അപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റും. പിന്നെ വെയിറ്റിംഗ് ആണ്, എത്ര സമയം എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി നമ്മളിത് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഇതൊന്ന് തണുക്കണം, അങ്ങനെയുള്ള കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. എന്നാലും ഇത് കഴിയട്ടെ, എന്നിട്ട് ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ഒരു 45 minutes ആയി. ഇപ്പോൾ കേക്ക് ഏതാണ്ട് റെഡി ആയിട്ടുണ്ടാകും. കാര്യം ഞാൻ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് അടപ്പ് തുറന്ന് നോക്കി. 30 minutes ഒക്കെ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് സ്ക്വയർ കൊണ്ട് കുത്തി നോക്കി ഈ കേക്ക് ടെസ്റ്റർ വെച്ചിട്ട്. പക്ഷേ കുറച്ചുള്ള വേകാനുണ്ട്, അതുകൊണ്ട് വീണ്ടും ഒരു 15 minutes. അപ്പോൾ ടോട്ടൽ 45 minutes. ഇനി തുറക്കാം. യെസ്,
കണ്ടല്ലോ, ഇത് ഞാൻ നേരത്തെ കുത്തിയതിൻ്റെ പാടാണ്. അതുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ ഞാൻ വീണ്ടും ഓക്കെ ചെയ്യുന്നു. ഓക്കെ, ക്ലീൻ ഒന്നുമില്ല സംഭവം. ഇനി തീ ഓഫ് ചെയ്യാം. സൈഡ്സിൽ നിന്നും ഒക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് തണുക്കാൻ വയ്ക്കാം. ഓക്കെ, പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കിയേ, തൊടുമ്പോൾ അറിയാമല്ലോ, സോഫ്റ്റ് ആൻഡ് ഫ്ലഫി. ഞാൻ വളരെ വളരെ ഹാപ്പിയാണ്. പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഹാർട്ട് ഷേപ്പിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് റെഡി. സൈഡ്സിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡീമോൾഡിങ് എല്ലാം ഒന്ന് തണുത്തിട്ട് മതി. അപ്പോൾ കുറച്ച് നേരം ഞാൻ പെട്ടെന്നാകാൻ വേണ്ടി AC യുടെ ഫാനിൻ്റെ താഴെ കൊണ്ട് വയ്ക്കും. അപ്പോൾ കേക്കിനെ തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചപ്പോൾ ഇനി ഒരു കാര്യം കൂടി ചെയ്യാം. നമുക്കിതൊന്ന് ഫ്രോസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ ആദ്യത്തെ ഒരു ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മൾ ഫോൺടാൻ ആയിട്ടുള്ള ഐസിങ് കൊടുക്കാം. ഫോൺടാൻ ഐസിങ് ഞാൻ ഇതുവരെ കാണിച്ചില്ലല്ലോ. അപ്പോൾ ഫോൺടാൻ തന്നെ ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ഒരു കവറിങ് കൊടുക്കണം. അത് വിപ്ഡ് ക്രീമിലാകാം, പിന്നെന്താ നമ്മൾ അതുകൂടാതെ ഗനാഷിലാകാം, ചോക്ലേറ്റ് ഗനാഷിലാകാം, വിപ്ഡ് ക്രീം ആകാം, അതല്ലെങ്കിൽ ബട്ടർ ക്രീമിലും ആകാം. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും വിപ്ഡ് ക്രീമിലാണ് ആദ്യത്തെ ഒരു ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വിപ്ഡ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് വരണം, എന്നിട്ട് മാത്രം വിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഐസോട് കൂടി ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ വെളിയിൽ വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് വന്നതിന് ശേഷം ചെയ്യാം. ഓക്കെ, ഈ വിപ്പിംഗ് ക്രീമിനെ കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു രീതിയിൽ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഫ്രീസറിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. അതിൽ നിന്നും ആവശ്യത്തിന് എടുക്കുക. ഇപ്പോൾ 2 കപ്പ് എടുക്കണമെങ്കിൽ 2 കപ്പ് എടുക്കുക. അത് ആ 2 കപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ ഫ്രോസൺ ആയിട്ടുള്ളതല്ല. ആ ഒരു ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് തന്നെ അതിനെ റൂം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ട് സെപ്പറേറ്റ് കവേഴ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിൽ വെച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആവശ്യാനുസരണം എടുക്കുക. അതെന്തായാലും നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും എടുത്ത് പുറത്ത് വയ്ക്കുക. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ അതിൽ ഐസ് എല്ലാം മാറി നല്ല കറക്റ്റായിട്ട് ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂം ടെമ്പറേച്ചർ ആകില്ല, അതിനൊരു തണുപ്പുണ്ടാകും. പക്ഷേ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വയ്ക്കുമ്പോൾ ആ ഒരു ഫ്രോസൺ സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. എന്നിട്ട് നമ്മൾ വിപ്പ് ചെയ്ത് തുടങ്ങും. ആദ്യം ലോ ആയിട്ടുള്ളൊരു സ്പീഡിലും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഹൈ സ്പീഡിലും ചെയ്യണം. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ പതഞ്ഞ് നല്ല ഹോൾഡ് ചെയ്യുന്ന ഒരു പീക്ക് പോലെ വരുന്ന, ഇങ്ങനെ നമ്മൾ പാത്രം എടുത്ത് കമഴ്ത്തിയിട്ടാൽ താഴെ വീഴില്ല, ആ ഒരു പാകത്തിന് ആക്കിയെടുക്കണം. അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറച്ചുകൂടി നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് ഫ്രോസ്റ്റ് ചെയ്താൽ മതിയാകും. അതായിരിക്കും ഏറ്റവും ഐഡിയലായിട്ട് കിട്ടുന്നത്. ആഹാ, ശബ്ദമുഖരിതമായിരുന്നു കിച്ചൺ. ഇനി ഇത് ഇങ്ങനെ നോക്കുമ്പോൾ ദേ നല്ലതായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ, താഴെ വീഴാണ്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാകം. ഓക്കെ, ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നു. ഫ്രീസറിലെല്ലാം താഴത്തെ തട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കും കറക്റ്റായിട്ട് തണുത്തിട്ടുണ്ടാകും. എന്നിട്ട് നമുക്കത് ഫ്രോസ്റ്റ് ചെയ്യാം. കേക്കും തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡീമോൾഡ് ചെയ്യാം. സൈഡ്സ് എന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കുകയാണ് ഒരു കത്തി. അപ്പോൾ അതെ, ആഹാ, മനോഹരിയായ ഹാർട്ട് കേക്ക് ഇസ് റെഡി. വാലന്റൈൻ കേക്ക്, വാലന്റൈൻസ് ഡേയുടെ കേക്ക് സ്പെഷ്യലായി. ഇനി ഇതിൻ്റെ പേപ്പർ മാത്രം മാറ്റാം. ഓക്കെ, ഓക്കെ, അങ്ങനെ നമ്മളുടെ വാലന്റൈൻ കേക്ക് ഈസ് റെഡി. ഇനി ഇതിൽ നമുക്ക് ഫ്രോസ്റ്റിംഗ് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അപ്സൈഡ് ഡൗൺ ആണ് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സർഫസാണിത്. അപ്പുറത്തെ സൈഡ് മോശമൊന്നുമില്ല. അതെ, ഇങ്ങനെ വരും. ഓക്കെ, ഈ സൈഡ് നല്ല ബ്യൂട്ടിഫുൾ, ഈ സൈഡും നല്ല ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല സ്പോഞ്ചിയാണ്, നല്ല ടെക്സ്ചറാണ്, ഒന്നും കൊണ്ടും പിടിക്കണ്ട. വെരി വെരി സ്പോഞ്ചി ആൻഡ് സോഫ്റ്റ്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. തുടങ്ങിയാലോ. ക്രീം, whipped cream.
ഇതൊരു റൗണ്ട് കേക്ക് അല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ ഡിഫറെൻ്റാണ്. സൈഡ്സൊക്കെ നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കാം. ഇത് ഹാർട്ട് ഷേപ്പല്ലേ. നമുക്കൊരു ഫൈനൽ ഫിനിഷിങ് നടത്താം. ഓക്കെ, സ്ക്രേപ്പർ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന്, എന്നിട്ട് ഇപ്പോൾ സൈഡ്സൊക്കെ നമ്മൾ ഏതാണ്ട് ഫിനിഷ് ചെയ്തതിന് ടോപ്പ് പോർഷനും കൂടി എക്സ്ട്രാ ഉള്ളത് നമുക്കിങ്ങനെ എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഹാർട്ട് ഷേപ്പ് കേക്കിൻ്റെ നമ്മുടെ വിപ്ഡ് ക്രീമിൻ്റെ ഫ്രോസ്റ്റിങ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി ഈ ഒരു കേക്ക് ബോർഡിൽ നിന്ന് ഞാൻ മാറ്റാൻ പോവാണ്, വേറൊരു ബോർഡിലേക്ക് മാറ്റാം. ഒരു കേക്ക് ലിഫ്റ്റർ വെച്ചിട്ട് പൊക്കാം. കേക്ക് ലിഫ്റ്ററിന് ഇതുവരെ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു. ഇത് എന്താണ് അതിൻ്റെ പ്രയോജനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ കേക്കിനെ ഇതിൽ നിന്നും ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, കറക്റ്റായിട്ട് നമുക്കൊന്ന് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്ത കേക്കിനെ ഞാൻ തൽക്കാലം ഫ്രീസറിലേക്ക് വെച്ചിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബട്ടറൈസിങ്ങിലും ചെയ്യാം, ഇപ്പോൾ പറഞ്ഞ പോലെ വിപ്ഡ് ക്രീമിൽ ചെയ്യാം, പിന്നെന്താണ് നമുക്ക് ഗനാഷിലും ചെയ്യാം, ചോക്ലേറ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഫോണ്ടാൻഡ് ഒരു കവറിങ്ങാണ് കൊടുക്കുന്നത്. ഫോണ്ടാൻഡ് കേക്ക്. ഫോണ്ടാൻ എന്ന് പറഞ്ഞാൽ ഷുഗർ പേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡായിട്ട് കിട്ടും, പല കളേഴ്സിൽ കിട്ടും. പിന്നെ വൈറ്റ് കിട്ടും. വൈറ്റ് കിട്ടുകയാണെങ്കിൽ ആ വൈറ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം, അങ്ങനെ. പക്ഷേ എന്തായാലും എനിക്കൊരു നന്നായിട്ട് റെഡ് കിട്ടി. പിന്നെ നമുക്കിത് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ, ഹോം മെയ്ഡായിട്ട് ഫോണ്ടാൻ ഉണ്ടാക്കാം, അത് വേറൊരു അവസരത്തിൽ പറഞ്ഞുതരാം. പിന്നെ വൈറ്റ് ഉണ്ട്, വൈറ്റ് ഗം പേസ്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ പേസ്റ്റ് ഒന്ന് പദം വരുത്താം. അതായത് നന്നായിട്ട് നീഡ് ചെയ്തിട്ട് നമ്മളതിനെ പരത്തിയെടുക്കണം, അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. അപ്പോൾ ഞാൻ ഈ പദവും പുറം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഷുഗർ പേസ്റ്റൊക്കെ നമുക്കൊരു മാറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇത് പരത്താനുള്ള മാറ്റൊക്കെ കിട്ടും വാങ്ങാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോൺഫ്ലവറിൻ്റെ ഒന്നും സഹായമില്ലാതെ, പൗഡേർഡ് ഷുഗറിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇത് പക്ഷേ സാധാരണ ഇങ്ങനെ പാദം പുറത്തൊക്കെ ആണെങ്കിൽ സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു അല്പം കോൺഫ്ലവറും കൂടി എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നല്ല പൊടിച്ച ഐസിങ് ഷുഗർ പോലത്തെ പഞ്ചസാര. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐസിങ് ഷുഗറാണ് കറക്റ്റ്, അതാണെങ്കിലും കുഴപ്പമില്ല. അത് വെച്ചിട്ട് നമ്മൾ ഈ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന വെച്ചിട്ട് മാവ് തട്ടിച്ചില്ല, അതുപോലെ ചെറുത്തായി കൊടുത്ത് ചെയ്യാം. ആദ്യം ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ കളർ എന്താണ്? റെഡ് അല്ലേ? റെഡ് എന്നല്ലേ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ കേക്കിൻ്റെ കവറിങ് റെഡ് ഫോണ്ടാൻ കൊണ്ട് ചെയ്യാം. ഇത് അത്യാവശ്യം നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇതിലിട്ടിരിക്കുന്നത്. പക്ഷേ വൈറ്റ് അങ്ങനെയല്ല, വൈറ്റ് നല്ല ഹാർഡായിട്ടിരിക്കും. അത് രണ്ട് കമ്പനിയാണ്. ഓക്കെ, ഇതിങ്ങനെ കിട്ടി. ഇത് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഓൾറെഡി നല്ല ഇതിലാണ് ഇരിക്കുന്നത്, എങ്കിലും ഇപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി എടുക്കുക. അപ്പോൾ ഇതൊരു സെറ്റ്. ഇനി ഒരു പാക്കറ്റും കൂടെ ഞാൻ പൊട്ടിക്കുവാണ്. നമ്മൾ ഇച്ചിരി കൂടുതൽ എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ, അതാണ് നല്ലത്. ഇച്ചിരി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്താൽ ഇങ്ങനെ വരും. പക്ഷേ അത് നമ്മൾ കുറച്ചിങ്ങനെ നന്നായിട്ട് നീഡ് ചെയ്ത് ആ ഒരു എന്താ പറയുക, കുറച്ചൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ പാദവും പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, നമ്മുടെ സൗകര്യം. അപ്പോൾ ഇനി ഇതിനെ രണ്ടിനെയും കൂടി ഒന്നിച്ചാക്കാൻ പോണു ഞാൻ. നല്ല നമ്മുടെ കയ്യിൽ അമ്മാനമാടാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവരണം, കളിമണ്ണ് പോലെ എന്നൊക്കെ പറയാം. കണ്ടില്ലേ നല്ലതായിട്ട്. പക്ഷെ ആ ഒരു ഇലാസ്റ്റിസിറ്റി അത് വേണം, എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും നമ്മുടെ കേക്കിൽ ഇങ്ങനെ
നല്ലൊരു കവറിങ് ആയിട്ടിരിക്കുള്ളൂ. അങ്ങനെ മുറിഞ്ഞ് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റിക് ഫീലിംഗ്. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം ഒരു ഇത്ര എടുക്കാം, 3/4 ഭാഗം. എന്നിട്ട് ഒരല്പം കോൺഫ്ലവർ ഞാൻ ഭാഗത്ത് തടവണു. എന്നിട്ട് ഇതുപോലൊരു റോളിംഗ് പിൻ. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭാഗത്തുനിന്നും ഇങ്ങനെ പുറത്തേക്ക് പുഷ് ചെയ്ത് വിടുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇങ്ങോട്ടാണെങ്കിലും ഇങ്ങനെ ആക്കുക, ഐദർ ദിസ് വേ ഓർ ദാറ്റ് വേ. ഇങ്ങനെ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ആ സൈഡിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് തന്നെ ബബിൾസ് കാണുകയാണെങ്കിൽ പിന്നെ വെച്ച് കുത്തി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അവിടെ ആ ഭാഗം പരത്തുക. ഓക്കെ, അത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. പിന്നെ കട്ടിയുടെ കാര്യം, ഒരുപാട് കട്ടിയായി കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെ തൂങ്ങിപ്പോകും. പിന്നെന്താ, പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. തീരെ കനം കുറച്ച് ചെയ്ത് കഴിഞ്ഞാലും അത് ഇങ്ങനെ വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട്. പെട്ടെന്ന് ടെൻഡറായിരിക്കും. അതുകൊണ്ട് ഒരു മോഡറേറ്റ്, ഒരുപാട് കട്ടി കുറച്ചുമല്ല ഒരുപാട് കട്ടിയിലുമല്ല ചെയ്യേണ്ടത്. ഏകദേശം ഇങ്ങനെയെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ റോളിംഗ് പിന്നിലേക്ക് തന്നെ ഒന്ന് റോൾ ചെയ്തിട്ട് ലൂസായിട്ട് റോൾ ചെയ്യാം. ഓക്കെ, ഇടാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണം. ഈ ഭാഗത്തുനിന്ന് നമുക്കെടുക്കാം. ഇച്ചിരി വലിപ്പത്തിലാണ് ഞാൻ പരത്തിയിരിക്കുന്നത്, കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ കൈ കൊണ്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത കാര്യം. ഇനി നമ്മളത് കൈ കൊണ്ട് ഒന്നിങ്ങനെ, ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുക, മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ സ്മൂത്താക്കുക. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സൂക്ഷിച്ച് ചെയ്യണം, പൊട്ടലൊന്നും വരാണ്ട് അതിങ്ങനെ ഇങ്ങനെ നോക്കി ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ സൈഡും കറക്റ്റായിട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ചു തന്ന പോലെ ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ, ഒരു സൈഡ് കൊണ്ടിങ്ങനെ, ഒരു കൈ കൊണ്ടിങ്ങനെ ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ കയ്യിലെ ഫിംഗേഴ്സും ഈ സൈഡ് ഭാഗവും വെച്ച് വളരെ സാവധാനം ഇങ്ങനെ താഴേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ അത് സ്ട്രെച്ച് ആയിക്കോളും. അതിനനുസരിച്ച് നമ്മളിങ്ങനെ ചെറുതായി വെപ്രാളത്തിൽ ചെയ്യേണ്ടത്, നല്ല ക്ഷമയോടുകൂടി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാം. ഓക്കെ, നമുക്ക് ആ ഹാർട്ടിൻ്റെ ഷേപ്പിൽ തന്നെ കറക്റ്റായിട്ട് ആ മോൾഡിൽ വന്ന് വീഴും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പുറത്തെ സൈഡ്. അപ്പോൾ ഇച്ചിരി കൂടെ സ്പേസ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. വളരെ പതുക്കെ ചെയ്താൽ മതി. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി. അങ്ങനെ ഒരു സൈഡ് കഴിഞ്ഞു, 2 സൈഡ് കഴിഞ്ഞു. ഇനി ഈ ഭാഗത്തേക്ക് ഞാൻ എത്തി. കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല, ഏകദേശം ഇങ്ങനെ ചെറുതായി അവിടവും ഇവിടവുമാണ് നമ്മുടെ ഫോക്കസ്. അപ്പോൾ അതിൻ്റെ കേക്കിൻ്റെ എൻഡ് വരെ നന്നായിട്ടിങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാക്കി. ഓക്കെ, അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്, പക്ഷേ കുറച്ച് ട്രിക്കിയാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ക്ഷമ വേണം. പ്രധാന കാര്യം അതാണ്. ഇത് ഷുഗർ പേസ്റ്റ് ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ എല്ലാം ഇപ്പോൾ ഫോണ്ടനൈസിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് എക്യുപ്മെൻറ്റ്സ് വേണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം നല്ല സ്മൂത്ത് സർഫസ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ സ്മൂത്താക്കി കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഫിംഗേഴ്സ് വെച്ച് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ കൈയൊന്നും വെച്ച് ചെയ്യേണ്ട. നമ്മുടെ കൈയുടെ അൺഈവനായിട്ടുള്ള ഭാഗമൊക്കെ ഇപ്പോൾ നമ്മുടെ കൈ വെച്ചിങ്ങനെ ആക്കിയത് കയ്യിലൊക്കെ ഇങ്ങനെ അടയാളമൊക്കെ അല്ലേ. അപ്പോൾ അത് ഇതുപോലെ ഇത്രയും സ്മൂത്ത് അല്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു സ്മൂത്ത് സംഭവം വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്.
അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സൈഡ്സിലേക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ 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 ഇതിപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ, പിന്നെ റെക്റ്റാങ്കിൾ എല്ലാം സംഭവം സെയിമാണ്. നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നു, സ്മൂത്ത് ആക്കുന്നു. അപ്പോൾ നമ്മുടെ വാലന്റൈൻസ് ഹാർട്ട് ഷേപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ഓക്കെ, ആയി വരണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൗണ്ടായി. ഇനി വീണ്ടും നമുക്ക് സ്മൂത്തൻ ചെയ്യാം. ഇനി ഇത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എക്സസ് വന്ന കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ളൊരു കത്തി വെച്ചിട്ട് ഇനി നമ്മളതിനെ ഓക്കെ എക്സസ് ഇങ്ങനെ എടുത്ത് മാറ്റും. ഓക്കെ, യാ, അപ്പോൾ നമ്മുടെ ഫിനിഷ്ഡായിട്ട്. പക്ഷേ ഇനി കുറച്ച് ഉണ്ട്, അത് നമ്മളത് ലെവൽ ചെയ്യുമ്പോൾ ശരിയാകും ആ സൈഡ്സ്. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ സ്മൂത്തനർ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്മൂത്താക്കി കൊടുക്കാം. എന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമ്മളൊരു ചെറിയൊരു ബോർഡർ കൊടുക്കും. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് നമുക്ക് വൈറ്റിൽ ചെയ്യാം, കോൺട്രാസ്റ്റ്. അപ്പോൾ റെഡ് കേക്ക് വിത്ത് വൈറ്റ് ഹാർട്ട്സ്. റെഡ് ഹാർട്ടിൽ വൈറ്റ് ഹാർട്ട് വരുന്നാൽ എങ്ങനെ ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവില്ലേ. വൈറ്റ് എടുക്കാം, വൈറ്റ് ഫോണ്ടാൻ. ചില സമയം ഫോണ്ടാൻ നല്ല കട്ടിയിലായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ അത് നമ്മൾ നല്ലതായിട്ട് അങ്ങനെ എടുത്ത് അതിനെ സോഫ്റ്റ് ആക്കണം. നമ്മളതിനെ സോഫ്റ്റ് ആക്കണം, അത് കുറച്ച് പണിയുണ്ട്. ഒന്നുമില്ല, ഇങ്ങനെ 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 ആക്കി 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 ആ ഒരു ഇലാസ്റ്റിക് ഫോമിലേക്ക് വരും. നമ്മുടെ വൈറ്റ് ഫോണ്ടാൻ ഏതാണ്ട് റെഡിയായി. ഓക്കെയാണ്. ഓക്കെ, ഇനി അതിനെയും ഒന്ന് പരത്താം. കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട്, ഇത്രയും നമുക്ക് ആവശ്യം വരില്ല, നമുക്ക് ആദ്യം ഒരു പകുതി എടുത്താൽ മതി. കാര്യം ഇത്രയും മതിയാകും. നമ്മുടെ ഭാഗത്ത് അങ്ങോട്ട് തള്ളുക, ഇങ്ങോട്ടാണെങ്കിൽ ഇങ്ങോട്ട് തള്ളുക, അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കരുത്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയാണ് അടുത്ത പരിപാടി. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അച്ച് വെച്ചിട്ട്, അച്ച് മീൻസ് ഇതുപോലെ നമുക്ക് ഹാർട്ട് ഷേപ്പിൽ കിട്ടും. നോക്കിക്കോളൂ, ഇതല്പം മെസ്സി ബിസിനസ്സാണ്. ചുറ്റുമൊക്കെ കോൺഫ്ലോറൊക്കെ കാണുമല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നിട്ട് അതെ എത്ര സൈസിൽ വേണമെന്ന് നോക്കുക. അതായത് ഒരു ഹാർട്ട് ഷേപ്പിൽ ചെറുത്, ഞാനിപ്പോൾ ചെറുത് ജസ്റ്റ് ഒന്ന് നമ്മൾ കോൺഫ്ലോറിൽ മുക്കിയിട്ട് ഇതിങ്ങനെ ഇളക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ വീഴും. ഓക്കെ, ഒരു ഹാർട്ടായാലോ. ഇനി ഇതുപോലെ കുറേ ഹാർട്ട്സ് ഉണ്ടാക്കാം നമുക്ക്. ഇങ്ങനെ നമ്മൾക്ക് ആവശ്യം പോലെ ഹാർട്ട് ഉണ്ടാക്കാം. വാലന്റൈൻസ് ഡേയിലെ ഹാർട്ടാണ് കേട്ടോ, എല്ലാ ഹാർട്ടായി. എത്ര ഹാർട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർട്ട് തരാണ്. ഓക്കെ, മയ എൻ്റെ ലവ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ നല്ല രസമല്ലേ ഹാർട്ട് ഉണ്ടാക്കുന്നത്, എനിക്കിഷ്ടമാണ്. അപ്പോൾ കുറേ ഹാർട്ട്സ് റെഡിയാണ്. ഇനി വേണ്ടത് എന്താ, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ റെഡ് ഫോണ്ടാൻ ഉണ്ടല്ലോ, നമ്മളെടുത്തതിൻ്റെ ബാക്കി അതിൽ നിന്നും 2 റോൾ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മൾ 2 റോൾ പോലെ എടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഓക്കെ ആദ്യം നമുക്ക് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്യാം. എന്നിട്ട് കാണുന്നുണ്ടല്ലോ സൈസ് ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ഒരു അളവിൽ
നമുക്കൊന്ന് ഇങ്ങനെ ആക്കാം. എന്നിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോലെ റോൾ ചെയ്തെടുക്കുക. ഓക്കെ, 2 ഏകദേശം ഒരേ അളവിൽ. എന്നിട്ട് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ തിന്നായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കുക. അതിങ്ങനെ പിരി പോലെ നമുക്ക് ആദ്യം ഒന്ന് പിരിയാക്കി എടുക്കാം. ഓക്കെ, സ്ട്രെയിറ്റ് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ പിരി പോലെ ആക്കിയിട്ട് നമ്മുടെ വണ്ണമൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അത്രയും ഒരുപാട് വണ്ണം വേണമെന്നില്ല. കാര്യം ഇതിപ്പോൾ 2 നമ്മൾ 2 ജോയിൻ ചെയ്യുമല്ലോ, അതനുസരിച്ചിട്ട്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇത് 2 കൂടി ജോയിൻ ചെയ്യാം. നമ്മളിപ്പോൾ ഫുൾ ലെങ്ത്തിൽ തന്നെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല, അതിൻ്റെ കുറച്ചെടുക്കുക. എന്നിട്ടൊരു ഭാഗത്ത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ബാക്കി നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റിക്കാവണമെങ്കിൽ ഇപ്പോൾ അടിയിൽ കുറച്ച് ഐസിങ്ങിൻ്റെ കാര്യമുണ്ട്, എങ്കിലും ഒരല്പം വെള്ളം ഇങ്ങനെ തൊട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് ഒടിക്കുക. ബ്രഷിൽ വെള്ളമുണ്ട്. എന്നിട്ട് സ്റ്റിക്കാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഇനി നമുക്കിതിനെ ഇങ്ങോട്ട് ചേർത്ത് വയ്ക്കാം. ഇനി അടുത്ത പീസിനെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒരുപാടുമില്ല. ഓക്കെ, ഒരു ലോങ് പീസ് ഒറ്റ അടിക്ക് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. ഒരു 2-3 പീസാക്കി എടുത്തിട്ട് ഇതിപ്പോൾ ഒരു ഹാഫായി. ഇനി അപ്പുറത്തെ സൈഡിൽ ഒരു ഹാഫ്, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ സൈഡിലും കവറിങ് ആയി. അപ്പോൾ അതിൻ്റെ ബോർഡറായിട്ട് ഇങ്ങനെ ഒരു കയറ് പിരി പോലെ ആയി. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഹാർട്ടിനെ ഒട്ടിക്കണ്ടേ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ഇച്ചിരി വെള്ളം ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഹാർട്ടിനെ ഒട്ടിക്കാം. എവിടെയൊക്കെയാണ് നമുക്ക് ഹാർട്ട് ഒട്ടിക്കേണ്ടത് അവിടെയൊക്കെ ഇച്ചിരി വെള്ളം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യും. നമ്മുടെ വാലന്റൈൻസ് കേക്ക് നല്ല സുന്ദരിയായി വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഓ നൈസ്. എത്ര ഹാർട്ട് വേണം ഇനി? ഓക്കെ, ആവശ്യത്തിന് ഹാർട്ട് കൊടുക്കാം. ആ കാര്യത്തിലൊരു പിശുക്കും വേണ്ട. ഓക്കെ, അങ്ങനെ നമ്മുടെ സുന്ദരി വാലന്റൈൻ കേക്ക് ഇസ് റെഡി. പിന്നെ പണിസ്ഥലം നമ്മളിപ്പോൾ മറ്റ് കേക്ക്സിൻ്റെ ഫ്രോസ്റ്റിംഗ് പോലെയല്ല, അത് നമുക്കിങ്ങനെ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വെച്ച് ചെയ്യാം. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് തറ വേണം, പരത്തണം, അതുകൊണ്ട് അത് പ്രാക്ടിക്കലല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ പണിയായുധങ്ങളൊക്കെ ഞാൻ തിരിച്ച് വയ്ക്കാൻ പോകുന്നു. നമ്മുടെ ഹാർട്ടിനെയും കട്ട് ചെയ്ത് നല്ല ഷാർപ്പ് നൈഫ്, പിന്നെന്താ റോളർ, പിന്നെ സ്മൂത്തർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ബ്രഷ്. ഇത് പെയിൻറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാണ്. ഇത് ശരിക്കും കേക്കിൽ പെയിൻറ്റഡ് കേക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പല ടൈപ്പ് ഓഫ് ബ്രഷ് കിട്ടും. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി വന്ന ഫോണ്ടാൻ ഞാനിവിടെ ബോക്സിൽ സൂക്ഷിക്കുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും കയ്യിലിരിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്ടാൻ അല്ലാതെ ബാക്കി ഇരിക്കുന്നതിനെ നമ്മൾ കവർ ചെയ്ത് തന്നെ വെക്കണം. ഓക്കെ, തുറന്ന് വെക്കരുത്, പെട്ടെന്ന് ഡ്രൈ ആകും. അപ്പോൾ അതൊരു കണ്ടെയ്നറിനകത്ത് അടച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞ് വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആകും. പിന്നെ നമ്മൾ കുറേ നേരം കിടന്ന് പിടിച്ച് അതിനെ റെഡിയാക്കണം. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിത് ഉണ്ടാക്കിയതുണ്ടല്ലോ, ഇതിപ്പോൾ നോക്കി നല്ല ഹാർഡായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒന്ന്
റെഡിയാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ക്ലിയർ ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ കേക്കിനെ ഞാൻ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. കണ്ടല്ലോ അല്ലേ, സുന്ദരിയോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അതവിടെ സുന്ദരി വാലന്റൈൻസ് കേക്ക് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, എൻ്റെ മുഖത്തെ സന്തോഷം നോക്കി. അതാണ് നമ്മളൊരു വർക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുമ്പോഴുള്ള സന്തോഷമാണ്. എൻ്റെ കൈയെല്ലാം ചളക്കുളമായിരിക്കുമായിരുന്നു. കാര്യം കംപ്ലീറ്റ് കളറും മാവും കോൺഫ്ലവറും എല്ലാം കൂടെ മിക്സായിട്ട് എനിക്കോട് നിങ്ങൾ ക്ലോസിൽ കണ്ടപ്പോൾ എല്ലാം ഇങ്ങനെ ഡേർട്ടി ആയിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും കൈയെല്ലാം കഴുകി പിന്നെ ഇവിടെ എല്ലാം നീറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഞാനും ഒന്നുകൂടി ഒന്ന് ഫ്രഷായി. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ. പോരട്ടെ, നൈസ് അല്ലേ? ഇതാണ് ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്ന വാലന്റൈൻസ് ഗിഫ്റ്റ്. നാളെയാണ് വാലന്റൈൻസ് ഡേ. അഡ്വാൻസ് ആയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുകയാണ്. ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നു. കാരണം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം, അതാണ് എൻ്റെ ഒരു ലവ് ഈ ഒരു ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നാളത്തെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടിയിട്ട് എലൻ വ്ളോഗ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും എൻ്റെ വാലന്റൈൻസ് ഗിഫ്റ്റ്. ഐ ലവ് യു ഓൾ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മളുടെ വാലന്റൈൻസ് ഡേയിലെ ഈ ഹാർട്ട്, ലവ് ഹാർട്ട്, ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉണ്ടോ? വേണ്ട അല്ലേ? കാര്യം എന്താ അറിയാമോ, ഹാർട്ട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് ഇന്ന്. അപ്പോൾ നമ്മുടെ ഈ ഹാർട്ട് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നല്ല സ്നേഹത്തോടു കൂടിയ ലവ് ഹാർട്ടായിട്ട് തന്നെ ഇരിക്കട്ടെ. എനിക്ക് കട്ട് ചെയ്യാനേ തോന്നുന്നില്ല, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. അത് ശരിയല്ലല്ലോ. ഇന്നത്തെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസത്തിന് വേണ്ടി, അതായത് വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ചെയ്തതല്ലേ. ബ്രേക്ക് ചെയ്യാത്തൊരു ഹാർട്ടായിട്ടിരിക്കട്ടെ. കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്നുമില്ല. പ്രത്യേകിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. അകത്ത് ചോക്ലേറ്റ് കേക്ക് കാണാം, മറ്റേ എന്താ പറയുക, നമ്മുടെ വിപ്ഡ് ക്രീമിൻ്റെ ഒരു ലെയർ കാണാം ടോപ്പിൽ, ആൻഡ് ദിസ് സംഭവം. അപ്പോൾ നിങ്ങൾക്കിത് റീക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, അകത്തിരിക്കുന്ന കേക്ക് മൈദ ഇല്ലാത്ത കേക്കാണ്, ഗോതമ്പ് കേക്കാണ്. പിന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ സോഫ്റ്റാണ്. പിന്നെ അത് ഓയിലാണ്, വിത്തൗട്ട് ബട്ടർ, വിത്തൗട്ട് എഗ്, പിന്നെന്താ ഓവനും ഇല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ്. എക്സലൻറ്റ് ടേസ്റ്റാണ്. അതിൻ്റെ മനോഹരിയായ നമ്മുടെ ഒരു ഫോണ്ടാൻ ഐസിങ്. ഞാൻ ഫോണ്ടാൻ ഐസിങ് ഇതുവരെ കാണിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ഞാൻ റിസർവിൽ വെച്ചിരിക്കുകയായിരുന്നു ഇതുപോലെ ഒരു ദിവസം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഈ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ബട്ടർ ഐസിങ് ആണെങ്കിലും വിപ്ഡ് ക്രീമിൻ്റെ ഐസിങ് ആണെങ്കിലും പിന്നെ ക്രീം ഐസിങ് അങ്ങനെയാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഗനാഷ് അങ്ങനത്തെ ഏതോ മിറർ ഗ്ലേസ് എനി ടൈപ്പ് ഓഫ് ഐസിങ്, അതിനെല്ലാത്തിനെയും കാട്ടിലും ഒരു ഫിനിഷിങ്, അതായത് ഒരു ഭയങ്കര ടോട്ടാലിറ്റിയിലൊരു കണ്ടു കഴിഞ്ഞാൽ കേക്കാണെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഡമ്മി കേക്കാണോ എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഫിഗറിൻസ് ഒക്കെ ഉണ്ടാക്കി വെക്കാനാണെങ്കിലും അതെല്ലാം ഫോണ്ടാനിലല്ലേ ചെയ്യുന്നത്, ഈ ഷുഗർ പേസ്റ്റിൽ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ. അതുപോലെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ കേക്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു തീമാറ്റിക് ആയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഫോണ്ടാനാണ് ഉപയോഗിക്കുന്നത്. അതിനൊരു ഫിനിഷിംഗ് ഉണ്ടാവും. പക്ഷേ ചിലർക്ക് ഫോണ്ടാൻ്റെ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. കാര്യം ഫോണ്ടാൻ ഭയങ്കര ഷുഗർ പേസ്റ്റാണ്, അപ്പോൾ ഭയങ്കര മധുരമാണ്. അപ്പോൾ ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഈ കാണുന്ന ഫിനിഷ് അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കഴിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആ ഫോണ്ടാൻ്റെ ഭാഗം മാറ്റിയിട്ട് ബാക്കി കഴിക്കും. പക്ഷേ അകത്ത് നമ്മൾ വിപ്ഡ് ക്രീമിൻ്റെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അത് ബട്ടർ ഐസിങ്ങിൽ ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഗനാഷ് നല്ല ഉണ്ടാക്കിയിട്ട് സ്മൂത്തായിട്ട് ഫിനിഷ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെയ്യാം. എന്തായാലും ഒരു ഫിനിഷിങ് വേണം അകത്ത് തേക്കുന്ന കാര്യം. പിന്നെ ഇച്ചിരി കുറവാണെങ്കിലും ഫിനിഷിങ് കുറവാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുമ്പോൾ സ്മൂത്തായി വന്നോളൂ, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ചെയ്തത് കണ്ടല്ലോ, ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീമിൽ ചെയ്യാം. ഇത് ഇപ്പോൾ ഞാൻ ഹാർട്ട് ഷേപ്പിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇനി ഫ്ലവേഴ്സ്, വ്യത്യസ്തമായ വെറൈറ്റി ഫ്ലവേഴ്സ് എന്തൊക്കെ ചെയ്യാമെന്നറിയോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഓരോ അവസരങ്ങൾ വരട്ടെ. ഇത് നമ്മുടെ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്താണ് വേണ്ടത്, ഒരു ലൈക്ക്, കമൻറ്റ്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ചെയ്യുന്നത്, എന്നാലും ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയി ഒക്കെ തരാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ ഈ വാലന്റൈൻസ് ഡേ നിങ്ങളെല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്നവരോടൊപ്പം നിങ്ങളുടെ ദിവസം ചെലവഴിക്കുക. അത് എല്ലാ ടൈപ്പ് സ്നേഹവും ഉണ്ടല്ലോ. വാലന്റൈൻസ് എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് തരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.